ഹായ് ഗൈസ്, എനിക്കൊന്ന് ബാങ്ക് വരെ പോകണം. തിരക്കിട്ട് പോവാം. എന്താണെന്ന് വെച്ചാൽ ഗ്രാമീൺ ബാങ്കാണ്. 4-4:15 വരെയൊക്കെ ഉണ്ടാവും. എന്നാലും ഞാൻ ലേറ്റായി. മക്കളെ ട്യൂഷൻ ക്ലാസ് 4 മണിക്കായിരുന്നു. അപ്പോൾ അവരെ റെഡിയാക്കി അയച്ചപ്പോൾ ലേറ്റായി. ഓടി വന്നപ്പോൾ ഞാൻ പ്രതീക്ഷിച്ച് തന്നെ നടന്നു. ബാങ്ക് ക്ലോസ് ചെയ്യാൻ പോകുന്നു, ആരുമില്ല, ഇടപാടൊന്നും ഇനി നടത്തുകയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ നോക്കുമ്പം അറിയുന്ന ആളുള്ളതുകൊണ്ട് എന്നെ മടക്കി അയച്ചില്ല അവർ. എന്നാലും എനിക്ക് വഴക്കൊക്കെ കിട്ടിയേട്ടാ. അങ്ങനെ ഞാൻ അതൊക്കെ പൈസയൊക്കെ അടച്ച് താഴെ വന്നു. താഴെ പിന്നെ എൻ്റെ ഫ്രണ്ടിൻ്റെ ഒരു ബ്യൂട്ടി പാർലറുണ്ട്. അവിടെ നിന്ന് കയറി പുരുകമൊക്കെ എടുത്തു. അതിനുശേഷം ഞാൻ മുടിയൊക്കെ നോക്കി. എന്താ വെച്ചാൽ കുറേ സൈസ് ചൊറിയുന്നു, താരനുണ്ടോ എന്നൊരു സംശയം. അപ്പോൾ മുടി നോക്കിയപ്പോൾ പറഞ്ഞു താരനുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഒരു ഹെന്ന ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞു, ഹെന്ന ചെയ്തു. അങ്ങനെ ഞാൻ പാനൂർ പേൾ ഫാൻസി കടയിലേക്ക് പോയി. എനിക്കൊരുപാട് സാധനം വാങ്ങിക്കാനുണ്ടായിരുന്നു. ഒരുപാടെന്ന് വെച്ചാൽ അങ്ങനെയല്ല, ഖാദില വേണം, ഒരു വാച്ച്, അങ്ങനെ കുറച്ച് സാധനം വേണമായിരുന്നു. അങ്ങനെ കാതിലൊക്കെ 3-5 കാതില വാങ്ങിച്ചു. എന്താണെന്ന് വെച്ചാൽ എൻ്റെ കാതിലൊക്കെ പോയി. നമ്മളിങ്ങനെ ഷോർട്സ് എടുക്കുന്നുണ്ട്, കാതിൽ ഓരോന്നേരമൊക്കെ ഇട്ടിട്ട് എല്ലാം നാശകോശമായി. അതൊക്കെ കളഞ്ഞു. പിന്നെ ഒരു കണ്ണട വേണമായിരുന്നു എനിക്ക്. എൻ്റെ കണ്ണട എൻ്റെ മോൻ കളിച്ചിട്ട് പൊട്ടിച്ച്. ഇപ്പം എനിക്ക് കണ്ണടയില്ല. അപ്പോൾ ഒരു കണ്ണട വാങ്ങിച്ചു. കണ്ണട എന്ന് വെച്ചാൽ കൂളിംഗ് ഗ്ലാസ്സാണേ. പിന്നെ അങ്ങനെ കാതിലെ കണ്ണട, മൈലാഞ്ചി, അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു. മോൾക്കും വാങ്ങിച്ചു കുറച്ച് സാധനം. നല്ല കടയാണ് കേട്ടോ ഇത്. ഞാൻ ഇവിടെ നിന്ന് തന്നെയാണ് സാധനം അധികം വാങ്ങിക്കാറ്. ഇവർക്ക് തലശ്ശേരിയുണ്ട് കട, പാനൂരുണ്ട് കട. അടിപൊളി സെലക്ഷനാണ്, നല്ല സാധനമാണ്. അതാണ് ഇവിടുത്തെ പ്രത്യേകത. നമ്മൾ പൈസയും കൊടുത്ത് വാങ്ങിയാൽ അത് എന്താ പറയുക, നല്ല ക്വാളിറ്റിയുള്ള സാധനമാണ്. അങ്ങനെ അതൊക്കെ വാങ്ങിച്ചു. അവിടെ നിന്ന് തിരിച്ച് വരും മക്കൾക്ക് കുറച്ച് കടി വാങ്ങിച്ചു, എണ്ണക്കടി. അപ്പോഴൊക്കെ ഇരുടായി വരുന്നു. തിരക്കിട്ടിട്ടാണ് പോകുന്നത്. അങ്ങനെ എനിക്ക് കുറച്ച് മീൻ വാങ്ങണമായിരുന്നു. ബാവക്കാൻ്റെ അടുത്ത് പോയിട്ട് കുറച്ച് മീനൊക്കെ വാങ്ങിച്ചു. ഞാൻ സ്ഥിരമായിട്ട് ഇവിടുന്ന് ബാവക്കാൻ്റെ അടുത്ത് നിന്നാണ് മീൻ വാങ്ങിക്കാറ്. ഇത് പൊന്നത്താണ്, ഇവിടെ നിന്നാണ് ഇപ്പം വാങ്ങിക്കൽ. സ്ഥിരമായിട്ട് ഇവിടെ നിന്നാണ് വാങ്ങിക്കൽ കുറച്ച് കാലങ്ങളായിട്ട്. നല്ലൊരു മനുഷ്യനാണ്. പിന്നെ അങ്ങനെ ബാവക്കിൻ്റെ അടുത്ത് പോയിട്ട് മീനൊക്കെ വാങ്ങിച്ചു. കുറേ മീനുണ്ട്, എന്തൊക്കെയോ ഉണ്ട്, കുറേ ഉണ്ട്. പക്ഷെ ഞാൻ കുറച്ച് കൊഞ്ചം വാങ്ങിച്ചു, മത്തി വാങ്ങിച്ചു. പിന്നെ കൊഞ്ചം ചാരുമില്ലേ, കറി വെക്കുന്ന അടിപൊളി ടേസ്റ്റ് ആയിരിക്കും അത് വെച്ചാൽ. അങ്ങനെ ഞാൻ അതും വാങ്ങിച്ചു. ഈ 3 തരം മീനാണ് വാങ്ങിച്ചത്. പിന്നെ അങ്ങനെ അതൊക്കെ വാങ്ങിച്ച്. ഇപ്പുറത്ത് തന്നെ ഉണ്ട് ഒരു പച്ചക്കറി കട. അവിടെ നിന്ന് കുറച്ച് പച്ചക്കറിയൊക്കെ വാങ്ങിച്ചു. അന്നേരം ഞാൻ വീഡിയോ എടുത്തില്ല, ഭയങ്കര മഴ, അതുകൊണ്ട് ഞാൻ വീഡിയോ എടുത്തില്ല പച്ചക്കറി വാങ്ങിക്കുന്നെന്ന്. അങ്ങനെ ഇതൊക്കെ വാങ്ങിച്ചു. വേഗം വീട്ടിലേക്ക് തിരിക്കാമെന്ന് വിചാരിച്ചു. എന്താണെന്ന് വെച്ചാൽ ഇരുടായി വരുന്നു. പിന്നെ മക്കളാണെങ്കിൽ ട്യൂഷന് വിട്ട് വരേണ്ട സമയമായി. അങ്ങനെ ഞാൻ ഓടി. അപ്പോൾ ഇത്രയൊക്കെ